Hi dear students, this is the third part of the speech done by Chief Teacher, and the title of the lesson, The End of Living and the Beginning of Survival. ഇവിടെ നമ്മൾ ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നിർത്തിയത് ഇവിടെയാണ് അല്ലേ. അതായത് അവൻ്റെ വിശപ്പ് എപ്പോഴും അവസാനിക്കുക എന്ന് പറഞ്ഞു. അവന് ഈ ഭൂമിയെ എപ്പോഴാണോ ഡെസേർട്ട് അല്ലേ, മരുഭൂമിയാകുന്ന അന്നാണ് വെള്ളക്കാരന് ഇത് കീഴടക്കാനുള്ള അവൻ്റെ വിശപ്പ് അവസാനിക്കുമെന്ന് പറഞ്ഞിടത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ് ഇതിങ്ങനെയാണ് വരുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഐ ഡോണ്ട് നോ അവർ വേസ് ആർ ഡിഫറെൻറ്റ് ദാൻ യുവർ വേസ്. ദ സൈറ്റ് ഓഫ് യുവർ സിറ്റീസ് പെയിൻസ് ദ ഐസ് ഓഫ് ദ റെഡ് മാൻ ദർ ഇസ് നോട്ട് ക്വൈറ്റ് പ്ലേസ് ഇൻ ദ വൈറ്റ് മാൻസ് സിറ്റീസ്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അവർ വേസ് ആർ ഡിഫറെൻറ്റ് ദാൻ യുവേഴ്സ്. ഞങ്ങളുടെ രീതികൾ തികച്ചും വ്യത്യസ്തമാണ് നിങ്ങളിൽ നിന്ന് അല്ലേ. ഇപ്പോൾ നിങ്ങളുടെ രീതി വേറെയാണ്, ഞങ്ങളുടെ രീതി വേറെയാണെന്ന് പറയാം. ദ സൈറ്റ് ഓഫ് യുവർ സിറ്റീസ് പെയിൻസ് ദ ഐസ് ഓഫ് റെഡ് മാൻ. ദ സൈറ്റ് ഓഫ് യുവർ സിറ്റീസ്, നിങ്ങളുടെ നഗരങ്ങളുടെ കാഴ്ചകൾ ഞങ്ങളുടെ കണ്ണുകളെ വേദനിപ്പിക്കുന്നുണ്ട്. റെഡ് മാൻ ആരാണ്? നേറ്റീവ് അമേരിക്കൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സംശയം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ റെഡ് ഇന്ത്യൻസ് ആണ് റെഡ് മാൻ എന്ന് പറയുന്നത്. റെഡ് മാൻ. ദർ ഇസ് നോ ക്വൈറ്റ് പ്ലേസ് ഇൻ വൈറ്റ് മാൻ സിറ്റീസ്. നിങ്ങളുടെ സിറ്റീസ്, അതായത് ഇവർ വെള്ളക്കാരൊക്കെ താമസിക്കുന്ന സിറ്റികളിലാണ്. ഇവരോ ശാന്തസുന്ദരമായ ഗ്രാമീണ പ്രദേശങ്ങളിലാണ് അവർ താമസിക്കുന്നത്. ഈ റെഡ് ഇന്ത്യൻസ് പിന്നെ നേറ്റീവ് അമേരിക്കൻസ്. അതുകൊണ്ട് നിങ്ങളുടെ സിറ്റീസ് പ്ലേസ് ഇൻ ദ വൈറ്റ് മാൻ സിറ്റീസ്, അവിടെ ശാന്തമായ ഒരു ഇടവും ഇല്ല എന്ന് പറയുകയാണ് അല്ലേ. ദർ ഇസ് നോ ക്വൈറ്റ് പ്ലേസ്. പിന്നെന്താ പറയുന്നത്? No place to hear the unfurling of leaves in spring or the rustle of the insects' wings. ഞാൻ പറയുന്ന വാക്ക് കേട്ടോ. നോ പ്ലേസ്, അവിടെ ഒരു ഇടവില്ല. ടു ഹെയർ ദ അൺഫേളിംഗ് ഓഫ് ലീവ്സ്. ഈ ഇലകളിങ്ങനെ ഇല എങ്ങനെയാണ് നമ്മൾ ഇലയായിട്ട് രൂപാന്തരപ്പെടുന്നത്? അതാദ്യം ചുരുളുകളാണ് അല്ലേ. ആ ചുരുളിങ്ങനെ വളരെ പതുക്കെ നിവർന്നു വന്നിട്ടാണ് എന്താകുന്നത്? ഇലയാകുന്നത്. അപ്പോൾ ഇയാൾ പറയുകയാണല്ലോ അൺഫേളിംഗ് ഓഫ് ലീവ്സ്, ഈ ഇലയുടെ ചുരുൾ നിവരുന്നത് ഇൻ സ്പ്രിങ് അല്ലേ. സ്പ്രിങ്ങിൽ അങ്ങനെ അതിൻ്റെ ചുരുൾ നിവർന്നു വരുന്ന ഇലകൾ. ഓർ ദ റിസൾട്ട് ഓഫ് ദ ഇൻസെക്ട്സ് വിങ്സ്. അപ്പോൾ ഇതൊക്കെ കേൾക്കാൻ പറ്റുന്ന അദ്ദേഹം പറയണം. നമ്മൾ കാണുമെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഇലയുടെ അതിൻ്റെ ചുരുൾ നിവരുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇയാൾ പറയുന്നുണ്ടോ നോ പ്ലേസ് ടു ഹിയർ ദ അൺഫോളിംഗ് എന്നാണ് വാക്ക്. കണ്ടോ, കേൾക്കാൻ പറ്റുന്നില്ല, കേൾക്കാൻ സാധ്യമല്ല. കാരണം അത്ര ശാന്തമായ ഇടമാണ് ആരുടേത്? ഇവരുടേത്, റെഡ് ഇന്ത്യൻസിൻ്റെ. ഇവിടെ ഞങ്ങൾക്ക് അതുപോലും കേൾക്കാൻ പറ്റും. ആ ഇലയുടെ ചുരുൾ എങ്ങനെയാണ് നിവരുന്നത് അതുപോലെ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ആൻഡ് സ്പ്രിങ്, പിന്നെ എപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത്? സ്പ്രിങ്ങിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഓർ ദ റിസൾട്ട്സ് ഓഫ് ദ ഇൻസെക്ട്സ് വിങ്സ്, ആ ചെറുപ്രാണികളുടെ ചിറകടിയുടെ ശബ്ദം, അതിൻ്റെ ചിറകിങ്ങനെ ഉണ്ടാക്കുന്ന ആ ശബ്ദം ഉണ്ടല്ലോ, ആ റിസലിംഗ് സൗണ്ട്, അതുപോലെ ഞങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ. അതേസമയം നിങ്ങളുടെ നഗരങ്ങളിൽ നിങ്ങൾക്കൊരിക്കലും ആ ഒരു സൗകര്യം, ആ ഒരു അനുഭൂതി ഉണ്ടാവുകയില്ലെന്ന് അദ്ദേഹം പറയണം. ദ ക്ലാച്ചർ ഓൺലി സീംസ് ടു ഇൻസൾട്ട് ദ ഇയേഴ്സ്. ദ ക്ലാച്ചർ, അവിടെ ക്ലാച്ചറാണ് അല്ലേ, അവിടെ വലിയ ശബ്ദങ്ങൾ മാത്രമാണ്. ദ ക്ലാച്ചർ എന്ന വാക്കിനകത്ത് ലൗഡ് നോയ്സ് ആണ്. ലൗഡ് നോയ്സ്, ഈ ലൗഡ് നോയ്സ് മാത്രമാണ് എവിടെയുള്ളത്? നഗരങ്ങളിലുള്ളത്. സീംസ് ടു ഇൻസൾട്ട് ദ ഇയേഴ്സ്, ഞങ്ങളുടെ കാതുകളെ അപമാനിക്കുന്നവയാണ് ആ ശബ്ദങ്ങൾ. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് ലൈഫ് ഇഫ് എ മാൻ കനോട്ട് ഹിയർ ദ ലോൺലി ക്രൈ ഓഫ് ദ വിപ്പൂർവിൽ ഓർ ദ ആർഗ്യുമെൻറ്റ്സ് ഓഫ് ദ ഫ്രോഗ്സ് അറൗണ്ട് ദ പോണ്ട് അറ്റ് നൈറ്റ്. വളരെ രസകരമായിട്ട് ചോദ്യം ചോദിക്കുന്ന അദ്ദേഹം അല്ലേ. എന്താണ് ചോദ്യം എന്നറിയോ? ആൻഡ് വാട്ട് ഈസ് ദ ലൈഫ്, ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത്? ഇഫ് എ മാൻ കനോട്ട് ഹിയർ, ഒരു മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ദ ലോൺലി ക്രൈ ഓഫ് ദ വിപ്പൂർവിൽ. വിപ്പൂർവിൽ പറഞ്ഞാലേ അതൊരു പിന്നെ പക്ഷിയാണ്, അതൊരു നക്ഷണലാണ്. അതായത് രാത്രികാലങ്ങളിൽ മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു വളരെ ചെറിയ എന്താ പറയുക ഗോഡ് സക്കർ. US കാണുന്നത് അല്ലേ. ആൻഡ് കാനഡയിലും കാണാൻ പറ്റുന്നുണ്ട് ഈ സംഭവം. വിപ്പൂർവിൽ, എന്താ പേര്? വിപ്പൂർവിൽ, യൂറോപ്യൻ നേച്ചർ. അപ്പോൾ ഇതിനെ പറയാണ് ലോൺലി ക്രൈ ഓഫ് ദ വിപ്പൂർവിൽ ഓർ ദ ആർഗ്യുമെൻറ്റ്സ് ഓഫ് ദ ഫ്രോഗ്സ്. ഇത് നമ്മൾ പലപ്പോഴും കേട്ടില്ല, കണ്ടില്ലേ? ഈ ഭാഗങ്ങളിലൊക്കെ, പാടത്തിൻ്റെ നമ്മൾ നെൽപ്പാടങ്ങളുടെ ഭാഗത്തൊക്കെ വീടുള്ള കുട്ടികളൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു പിന്നെ ശബ്ദമാണ്. എന്താണ്? ഈ മഴക്കാലമായി കഴിഞ്ഞാൽ തവളകളുടെ ശബ്ദം. പക്ഷേ ഇതിന് ഇയാൾ പറയുന്ന വാക്ക് കൊടുത്ത് കണ്ടോ, എന്താ പറഞ്ഞത്? ഫ്രോഗ്സിൻ്റെ ശബ്ദങ്ങളല്ല, പകരം എന്താ പറഞ്ഞാൽ ആർഗ്യുമെൻറ്റ്സ്. കണ്ടോ, ഒരു പ്രത്യേക ശബ്ദം അവരുണ്ടാക്കുക. അതായത് ഒരു തവള അതിൻ്റെ കരച്ചിൽ നിർത്തുമ്പോഴാണ് അടുത്ത തവള കരയാറുള്ളത്, ശ്രദ്ധിച്ച് നോക്കിയാൽ. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ആണ് ഇയാൾ പറയുന്നത്. അത് വാദപ്രതിവാദം നടത്തുകയാണ്. അപ്പോൾ അതുപോലും അങ്ങനെ ഒരു ലെവലിലാണ് അവരെടുക്കുന്നത് അല്ലേ. ദ ആർഗ്യുമെൻറ്റ്സ് ഓഫ് ദ ഫ്രോഗ്സ് അറൗണ്ട് ദ പോണ്ട് അറ്റ് നൈറ്റ്. പോണ്ടിൽ നമ്മൾ കാണുന്ന, രാത്രികാലങ്ങളിൽ കാണുന്ന ഈ ഫ്രോഗ്സിൻ്റെ ആർഗ്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാൻ
പറ്റുമോ അവിടെ എന്ന് ചോദിക്കണം അല്ലേ. അവിടെ ഒന്നും കേൾക്കാൻ കഴിയില്ല. ഇതൊന്നും കേൾക്കാതെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് സമ്പൂർണ്ണമാക്കാൻ സാധ്യമല്ലെന്ന് അദ്ദേഹം ഇവരെ ഓർമ്മപ്പെടുത്താണ്. ഐ എം എ റെഡ് മാൻ ആൻഡ് ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഒരു പക്ഷേ ഇയാളെ കുറ്റപ്പെടുത്താണ്. എന്താ പറയുക, ഞാൻ റെഡ് മാൻ ആണല്ലോ, കാരണം ഞാൻ അപരിഷ്കൃതനാണ്. അപ്പോൾ ഒരു പക്ഷേ എനിക്കത് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും. The Indian prefers the soft sounds of the wind darting over the face of pond and smell of the wind itself, cleaned by a midday rain or scented with pin and pine. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, ഐ എം എ റെഡ് മാൻ ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ദ ഇന്ത്യൻ പ്രിഫേഴ്സ്, ഇത് ഇന്ത്യൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരല്ല, നേരത്തെ പറഞ്ഞ റെഡ് ഇന്ത്യൻസ് ആണ്. ദ ഇന്ത്യൻ പ്രിഫേഴ്സ് ദ സോഫ്റ്റ് സൗണ്ട് ഓഫ് ദ വിൻഡ്. ആ മൃദുലമായി തലോടിക്കൊണ്ട് പോകുന്ന ആ കാറ്റിൻ്റെ ശബ്ദം പോലും ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. ടച്ചിങ് ഓവർ ദ ഫേസ് ഓഫ് എ പോണ്ട്, ഒരു കുളത്തിന് മീതെ അല്ലേ, ഒരു കുളത്തിന് മീതെ ഇങ്ങനെ മീതെ ഇങ്ങനെ തഴുകി പോകുന്ന കാറ്റിൻ്റെ ആ ശബ്ദം പോലും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. ആൻഡ് ദ സ്മെൽ ഓഫ് ദ വിൻഡ് ഇറ്റ് സെൽഫ്, ആ കാറ്റിന് പോലും ഒരു മണമുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ, കാറ്റിന് പോലും ഒരു വാസനയുണ്ട്, ആ വാസന ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. ക്ലീൻഡ് ബൈ എ മിഡ് ഡേ റെയിൻ. എപ്പോഴാണ് ആ വാസന വരുന്നറിയോ, ക്ലീൻഡ് ബൈ എ മിഡ്, ഒരു ഉച്ച സമയത്ത് നമ്മൾ ഭൂമിയിൽ പെയ്യുന്ന മഴയ്ക്ക് പുറത്ത് വരുന്നൊരു വാസനയുണ്ട് അല്ലേ, ഒരു മണം. അതെന്താണത്, ആ ഒരു പ്രത്യേക വാസനയുണ്ട്, ഭൂമിയുടെ മണമാണത്. അത് ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ടെന്ന് പറയണം. എന്താ പറയുക, പക്ഷിക്കോർ എന്നാണ് ശരിക്കും ഒറ്റ വാക്കല്ലേ. അതിൻ്റെ പുതുമഴ പെയ്യുമ്പോൾ ഭൂമിയിൽ നിന്ന് വരുന്ന വാസക്ക് പറയുന്നതാണ് പക്ഷിക്കോർ. സോ മിഡ് റൈൻ ഓർ സെൻഡ് വിത്ത് പിനോൺ പൈൻ. അത് മറ്റൊരു എന്താണ്, സൗത്ത് വെസ്റ്റേൺ യുണൈറ്റഡ് സ്റ്റേറ്റിൽ വളരുന്ന മറ്റൊരു പൈൻ മരമാണ്, എന്താണ് പിനോൺ പൈൻ എന്ന് പറയുന്ന മരം. അപ്പോൾ ഇതിനൊക്കെ തലോടി വരുന്ന കാറ്റിനെ, അതിൻ്റെ വാസനയെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ദ എയർ ഈസ് പ്രഷ്യസ് ടു ദ റെഡ് മാൻ, ഓൾ തിങ്സ് ഷെയർ ദ സെയിം ബ്രത്ത്. ഈ കാറ്റ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്, ഞങ്ങൾക്ക് പ്രഷ്യസ് ആണത്, അമൂല്യമാണ് ഞങ്ങൾക്ക് ആ കാറ്റ്, ആ വായു. എന്താ കാര്യം എന്നറിയോ, ഓൾ തിങ്സ് ഷെയർ ദ സെയിം ബ്രത്ത്. കാരണം എല്ലാ ജീവജാലങ്ങൾക്കും എന്താവശ്യമുണ്ട്, വായു ആവശ്യമുണ്ട്. ദ ബീസ്റ്റ്, ദ ട്രീ, ദ മാൻ, ഓൾ ഷെയർ ദ സെയിം ബ്രത്ത്. എല്ലാവരും അല്ലേ, ദ സെയിം ബ്രത്ത്. ദ ബീസ്റ്റ്, മൃഗം, അനിമൽ, ദ ബീസ്റ്റ്, ദ ട്രീ, ദ മാൻ, എല്ലാവരും പങ്കുവെക്കുന്ന ഒരേ വായുവാണ്. ദേ ഓൾ ഷെയർ ദ സെയിം ബ്രത്ത്. ദ വൈറ്റ് മാൻ ഡസ് നോട്ട് സീം ടു നോട്ടീസ് ദ എയർ ഹി ബ്രത്ത്സ്. പക്ഷെ ഒരിക്കലും വെള്ളക്കാരൻ അവരെന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, അവൻ ഏത് വായുവാണ് ശ്വസിക്കുന്നതെന്ന് ശ്രദ്ധിക്കാറില്ല. ലൈക്ക് എ മാൻ ഡൈയിങ് ഫോർ മെനി ഡേയ്സ് ഈസ് നം ടു സ്റ്റെഞ്ച്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം എന്നുള്ളത് എന്താണെന്നറിയോ, ഡൈയിങ്, ഒരു മനുഷ്യൻ ഇങ്ങനെ ബെഡിൽ കടന്ന് മരിക്കാൻ പോകുന്ന മനുഷ്യനെ ഇസ് നം ടു സ്റ്റെഞ്ച്. എന്താണ്, അവിടെ കിടക്കുമ്പോൾ കുറേ കാലം കിടക്കുമ്പോൾ ഒരു പ്രത്യേക വാസനയൊക്കെ വരാനുണ്ട് അല്ലേ, അതിൻ്റെ ഒരു മാലിന്യത്തിൽ കിടക്കുന്ന അവസ്ഥ അവൻ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ കിടന്ന് മരിക്കാൻ പോകുന്ന മനുഷ്യൻ്റെ അവസ്ഥയാണ് അവന്. കാരണം അവൻ്റെ നഗരങ്ങളിൽ ഒരിക്കലും ശുദ്ധവായു ഇല്ല അല്ലേ, ഒരിക്കലും നല്ലൊരു സുഗന്ധവാസന വരുന്നില്ല, കാറ്റിൻ്റെ മണം പോലും അവർക്ക് കേൾക്കാൻ ആസ്വദിക്കാനോ അറിയാനോ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മുഷിപ്പിൽ കടന്ന് മരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയിലാണ് വൈറ്റ് മാൻ ഉള്ളത്. ബട്ട് if you sell your land, you must remember that the air is precious to us, that the air shares the spirit with all the life it supports. പിന്നെ അദ്ദേഹം പറയുന്നത് കേട്ടോ, ബട്ട് ഇഫ് വി സെൽ യു അവർ ലാൻഡ്, പക്ഷേ ഞങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് വിൽക്കുകയാണെങ്കിൽ, വീണ്ടും പറയാണ്, പക്ഷേ ഞങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് വിൽക്കുകയാണെങ്കിൽ, എന്താ അർത്ഥം, വിൽക്കുന്നുണ്ടോ, ഇല്ല, വിൽക്കുകയാണെങ്കിൽ എന്ന് മാത്രമേ പറഞ്ഞു അല്ലേ, ഇഫ് ക്ലോസ് ആണ്. യു മസ്റ്റ് റിമെമ്പർ, അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ദാറ്റ് ദ എയർ ഈസ് പ്രഷ്യസ് ടു us, ഈ ഭൂമിയിലെ വായു ഞങ്ങൾക്ക് പ്രഷ്യസ് ആണ്. ദാറ്റ് ദ എയർ ഷെയർസ് ഇറ്റ്സ് സ്പിരിറ്റ് വിത്ത് ഓൾ ദ ലൈഫ് ഇറ്റ് സപ്പോർട്ട്സ്. എന്താ കാര്യം എന്നറിയാം, ദ എയർ ഷെയർസ് സ്പിരിറ്റ്, അതിൻ്റെ എയർ പങ്കുവെക്കുന്നതിൻ്റെ ആത്മാവാണ്, അതിൻ്റെ ജീവനാണ്, അത് നമ്മളുമായിട്ട് പങ്കുവെക്കുന്ന വായു. വിത്ത് ഓൾ ദ ലൈഫ് ഇറ്റ് സപ്പോർട്ട്സ്, നമ്മളുമായിട്ട് മാത്രമല്ല ഈ ഭൂമിയിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും ജീവൻ നൽകുന്നത് ആരാണ്, ഈ വായുവാണ്. അപ്പോൾ വായു പങ്കുവെക്കുന്നതിൻ്റെ ആത്മാവിനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെള്ളക്കാരോട് ഇയാൾ പറയാണ്. The wind that gave our grandfather his first breath also receives his last sigh. ഈ കാറ്റാണ് ഞങ്ങളുടെ പ്രപിതാക്കന്മാർക്ക്, ഞങ്ങളുടെ പിതാമഹന്മാർക്ക് ആദ്യ വായു നൽകിയത്. അവർ ജനിച്ചപ്പോൾ അവർക്ക് ലഭിച്ച ആദ്യ വായു നൽകിയത് ഇതേ വായുവാണ്, ഇതേ എയറാണ്. ആൻഡ് receives his last sigh, ഞങ്ങളുടെ പിതാമഹന്മാരുടെ അവസാന വായു നിലച്ചതും ഈ വായുവിനെ കൊണ്ട് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വായു കിട്ടുമ്പോഴാണ് മനുഷ്യൻ ശ്വസിക്കുന്നത്, വായു ഇല്ലാതാകുമ്പോൾ തന്നെ അവൻ്റെ മരണമാണ്. അപ്പോൾ രണ്ടും സംഭവിക്കുന്ന വായു കൊണ്ടാണ്. അപ്പോൾ അത് ഈ വായു ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെന്ന് വെള്ളക്കാരെ ഓർമ്മിപ്പിക്കുകയാണ് ആരെയും ഇയാൾ. ആൻഡ് ഇഫ് യു സെൽ യു അവർ ലാൻഡ്, ഇനി അഥവാ ഞങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് വിൽക്കുകയാണെങ്കിൽ, യു മസ്റ്റ് കീപ്പ് ഇറ്റ് പാർട്ട് ആൻഡ് സെക്രഡ് as place where even white men can go to taste the wind that is sweetened by the meadows flowers. അദ്ദേഹം പറയാണ്, then you must keep it apart
ആൻഡ് സാക്രഡ് ആസ് എ പ്ലേസ് വേർ ഈവൻ വൈറ്റ് മാൻ ക്യാൻ ഗോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ഭൂമി നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ നിങ്ങളതിനെ എന്തായി സൂക്ഷിക്കണം? സാക്രഡായി സൂക്ഷിക്കണം. അതിനെ വലിയ പുണ്യമാക്കപ്പെട്ട വസ്തുവായിട്ട് സൂക്ഷിക്കണം. സാക്രഡ് ആസ് എ പ്ലേസ്, ഒരു ഭൂമിയെപ്പോലെ, സ്ഥലത്തെപ്പോലെ, വേർ ഈവൻ വൈറ്റ് മാൻ ക്യാൻ ഗോ. ആ സ്ഥലത്ത് നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടേസ്റ്റ് ദ വിൻഡ്, ആ വിൻഡിനെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് സ്വീറ്റൻഡ് ബൈ ദ മെഡോസ് ഫ്ലവേഴ്സ്. ഈ മെഡോസ് പുൽത്തകിടിയുടെ ആ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അതിനെ മനോഹരമാക്കിയത് ആരാണ്? ഈ കാറ്റാണ്. ഈ കാറ്റില്ലെങ്കിൽ അതിൻ്റെ വാസന കിട്ടില്ലെന്ന് ഇയാൾ പറയാം. സോ വി വിൽ കൺസിഡർ യുവർ ഓഫർ. So we will consider your offer to buy our land. If you decide to accept, I will make one condition. The white man must treat the beast of this land as his brothers. അപ്പോൾ പിന്നെ പറയാം എന്താ? സോ വി വിൽ കൺസിഡർ യുവർ ഓഫർ ടു ബൈ അവർ ലാൻഡ്. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ആ ഓഫറിനെ ഞങ്ങൾ പരിഗണിക്കാം, അല്ലേ? ഞങ്ങൾ ഭൂമി വാങ്ങാമെന്നുള്ള. ഇഫ് യു ഡിസൈഡ് ടു ആക്സെപ്റ്റ്, ഐ വിൽ മേക്ക് വൺ കണ്ടീഷൻ. പക്ഷെ ഒരു ഒറ്റ കണ്ടീഷൻ ഉണ്ട്. ഭൂമി നൽകാൻ ഒരു കണ്ടീഷൻ ഞങ്ങൾക്കുണ്ട്. ദ വൈറ്റ് മാൻ മസ്റ്റ് ട്രീറ്റ് ദ ബീറ്റ്സ് ഓഫ് ദിസ് ലാൻഡ് ആസ് ഹിസ് ബ്രദേഴ്സ്. ഈ ഭൂമിയിലെ മൃഗങ്ങളെ, ഞങ്ങളുടെ ഭൂമിയിലെ മൃഗങ്ങളെ നിങ്ങൾ എന്തായിട്ട് പരിഗണിക്കണം? ആസ് യുവർ ബ്രദർ, നിങ്ങളുടെ സഹോദരനായിട്ട് പരിഗണിക്കണം. ഐ എം എ സാവേജ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് ഇകഴ്ത്തി പറയുകയാണ്. ഐ എം എ സാവേജ് എന്നാണ് അവരെ കളിയാക്കണം. അദ്ദേഹം എന്താ പറയുന്നത്? ഞാനൊരു സാവേജാണ്, അപരിഷ്കൃതനാണ്. ഞാൻ ഡി നോട്ട് അണ്ടർസ്റ്റാൻഡ് എനി അതർ വേ. എനിക്ക് വേറെ മാർഗ്ഗമൊന്നും അറിയില്ല. ഒരു പക്ഷേ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് തമാശയായി തോന്നാം. എന്താ കാര്യം? ഞാൻ അപരിഷ്കൃതനാണ്, എനിക്കങ്ങനെ വിദ്യാഭ്യാസമൊന്നുമില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന നിങ്ങൾ, അല്ലേ, നിങ്ങൾക്കൊരു പക്ഷേ എന്തായി തോന്നാം? ഒരു പുതിയ കാര്യമായിട്ട് തോന്നാം. ഐ ഹാവ് സീൻ 1,000 റോട്ടിംഗ് ബഫലോസ് ഓൺ ദ പ്രയറി. ഞാൻ ഒരുപാട് ബഫലോസിനെ കണ്ടിട്ടുണ്ട്, അല്ലേ? എന്താണ്? പോത്തുകളെ കണ്ടിട്ടുണ്ട്. എന്താ കാണുന്നത്? എങ്ങനെ കണ്ടിട്ടുള്ളത്? പ്രയറി എന്താണ്? ഒരു വലിയ വിശാലമായ ഏരിയയാണ്, അല്ലേ? അവിടെ ഇങ്ങനെ മിസിസിപ്പിയിലെ ഒരു വലിയ ഏരിയയാണ് പ്രയറി. അവിടെ എന്താ പ്രത്യേകത? നാച്ചുറൽ ആയിട്ടുള്ള ഭൂമിയുള്ള, അല്ലേ, അതിൻ്റെ അൺകൾട്ടിവേറ്റഡ് സ്റ്റേറ്റാണ്. അങ്ങനെ കിടക്കുന്ന പ്രദേശമാണ്. ആൻഡ് വളരെ ഫലഭൂയിഷ്ടമായ മണ്ണുള്ള പ്രയറി. ഇതോടെയുള്ളത് മിസിസിപ്പി, അമേരിക്കയിൽ. പിന്നെ വളരെ വിശാലമായി പരന്ന് കിടക്കുന്ന പുല്ലും ഒക്കെ നിറഞ്ഞ വലിയ പ്രദേശമാണ് ഈ പ്രയറി എന്നുള്ളത്. അപ്പോൾ ഈ പ്രയറിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ പറയുന്നത് അറിയോ? എന്താ കണ്ടത് അറിയോ? ബഫലോസ് ഓൺ ദ പ്രയറി ലെഫ്റ്റ് ബൈ ദ വൈറ്റ് മാൻ ഹൂ ഷോട്ട് ദം ഫ്രം പാസിംഗ് ട്രെയിൻ. അപ്പോൾ അതിലൂടെ ഒരു റെയിൽവേ കടന്നു പോകുന്നുണ്ട്. ആ പാസ് ചെയ്യുന്ന ട്രെയിനിൽ നിന്ന് വെടിവെച്ച് വീഴ്ത്തിയ ഒരുപാട് ബഫലോസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരിക്കും ഇവരെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ടാകുക? ഒരു പക്ഷേ ഇതിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ വെടിവെച്ച് വീഴ്ത്തിയായിരിക്കും, അല്ലെങ്കിൽ ഷൂട്ടൊക്കെ ആയിരിക്കും, അല്ലെ? പോകുന്ന ട്രെയിനിൽ നിന്ന് വെടിവെച്ച് കൊല്ലാൻ പറ്റും നോക്കിയായിരിക്കും. വെറുതെ സ്പോട്ടിങ്ങിന് വേണ്ടി മാത്രം ഇത്തരം കൊന്നു തള്ളിയ ജീവികളെ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ബഫലോസിന്. ഐ ആം എ സാവേജ് ആൻഡ് ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ദ സ്മോക്കിംഗ് അയൺ ഹോഴ്സ് ക്യാൻ ബി മെയ്ഡ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ബഫലോ ദാറ്റ് വി കിൽ ഓൺലി ടു സ്റ്റേ ലൈവ്. എനിക്ക് മനസ്സിലാകുന്നില്ല, അല്ലേ? ഞാൻ കാരണം എന്താണ്, എനിക്കൊരു വർഷത്തൊക്കെ തോന്നി ഞാൻ സാവേജ് ആയതുകൊണ്ടാണ്, ഞാൻ അപരിഷ്കൃതനായതുകൊണ്ടാണ്. ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ദ സ്മോക്കിംഗ് അയൺ ഹോഴ്സ്. എന്താണ് വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കണം. സ്മോക്കിംഗ് അയൺ ഹോഴ്സ് എന്തായിരിക്കും അത്? സ്മോക്കിംഗ് അയൺ ഹോഴ്സ് എന്താണ് വാക്ക്? പുക തുപ്പുന്ന കുതിര, അല്ലേ? എന്ത് കുതിരയാണ്? ഇരുമ്പ് കുതിര. എന്താ സംഭവം? ഇവിടെ ഉദ്ദേശിക്കുന്ന ട്രെയിനാണ്. ഇത് ഒരു പക്ഷേ ചോദിച്ചിട്ടുണ്ട് 2 പ്രാവശ്യം, സ്മോക്കിംഗ് അയൺ ഹോഴ്സ് എന്താണെന്നുള്ളത് കേട്ടോ. ദ സ്മോക്കിംഗ് അയൺ ഹോഴ്സ്. അപ്പോൾ ഈ കുതിര, പുക തുപ്പുന്ന ഇരുമ്പ് കുതിര, അത് ഉദ്ദേശിക്കുന്നത് ട്രെയിനിൽ നിന്ന്, തീവണ്ടിയിൽ നിന്ന് നിങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയ ഈ ബഫലോസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ക്യാൻ ബി മേഡ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ബഫലോ ദാറ്റ് വി കിൽ ഓൺലി ടു സ്റ്റേ അലൈവ്. എങ്ങനെയാണ് ഈ കുതിര, അതായത് ഈ തീവണ്ടി, അല്ല, ജീവനുള്ള ഈ ബഫലോയേക്കാൾ ജീവനില്ലാത്ത ഈ തീവണ്ടി എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാകുന്നത്? നിങ്ങളെ ജീവൻ നിലനിർത്താൻ ഈ കുതിരവണ്ടി, അല്ല, ഈ തീവണ്ടിയാണോ വേണ്ടത് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഇവരോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ ജീവനില്ലാത്ത തീവണ്ടിയേക്കാൾ ജീവനുള്ള ബഫലോസിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് അതിന് ഈ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് അദ്ദേഹം ചോദിക്കണം. വാട്ട് ഈസ് മാൻ വിതൗട്ട് ദ ബീസ്റ്റ്? അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, വാട്ട് ഈസ് മാൻ വിതൗട്ട് ദ ബീസ്റ്റ്? ബീസ്റ്റ് ഇല്ലാത്ത, മൃഗങ്ങളില്ലാത്ത, കൂടെ ഇല്ലാത്ത മനുഷ്യർ പിന്നെന്ത് പോലെയാണ്? ഇഫ് ഓൾ ദ ബീസ്റ്റ് വർ ഗോൺ, മാൻ വുഡ് ഡൈ ഫ്രം എ ഗ്രേറ്റ് ലോൺലിനെസ് ഓഫ് ദ സ്പിരിറ്റ്.
എല്ലാ മൃഗങ്ങളും എല്ലാ പക്ഷിമൃഗാദികളും ഈ ഭൂമി ലോകത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, മറഞ്ഞു പോയാൽ, മാൻ വുഡ് ഡൈ ഫ്രം എ ഗ്രേറ്റ് ലോൺലിനെസ്. മനുഷ്യൻ മരിക്കും. എങ്ങനെ മരിക്കാം? ഫ്രം എ ഗ്രേറ്റ് ലോൺലിനെസ്, ഒരു വലിയ ഏകാന്തത കൊണ്ട് അവൻ മരിക്കും. ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ എന്ന് പറഞ്ഞാൽ ആത്മാവില്ലാത്ത മനുഷ്യനെ അവൻ മാറും. അവൻ മരിക്കുന്നത് ആത്മാവില്ലാത്ത മനുഷ്യനെ പോലെ അവൻ മരിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അവൻ്റെ വാസം മാത്രം പ്രാധാന്യമുള്ളൂ എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ ഈ മൃഗങ്ങളും പക്ഷികളും ഒന്നും ഇല്ലാത്തൊരു ലോകത്ത് സ്വന്തമായി ജീവിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയൊരു ഭൂമിയെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യൻ എന്തുപോലെയാകും? ലോൺലിനെസ്സിലാകും, അല്ലേ? അത് ഏകാന്തനായിരിക്കും. ഫോർ വാട്ട് എവർ ഹാപ്പൻസ് ടു ദ ബീസ്റ്റ് സൂൺ ഹാപ്പൻസ് ടു മാൻ. എന്താ കാര്യം എന്നറിയോ? എന്തൊക്കെയാണ് മൃഗങ്ങൾക്ക് സംഭവിക്കുന്നത് അതൊക്കെ മനുഷ്യനും ഉടനെ തന്നെ സംഭവിക്കും. അതായത് മൃഗങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നശിക്കാനുള്ള ആരാണ്? മനുഷ്യനാണ്. ഓൾ തിങ്സ് ആർ കണക്റ്റഡ്. അണ്ടർലൈൻ, ഓൾ തിങ്സ് ആർ കണക്റ്റഡ്. എല്ലാ വസ്തുക്കളും പരസ്പര ബന്ധിതമാണ്. എല്ലാ വസ്തുക്കളും പരസ്പര പൂരകങ്ങളാണ് എന്ന് അദ്ദേഹം പറയാണ്. യു മസ്റ്റ് ടീച്ച് യുവർ ചിൽഡ്രൻ ദാറ്റ് ദ ഗ്രൗണ്ട് beneath their feet is the ashes of our grandfathers, so that they will respect the land. Tell your children that the earth is rich with the lives of our skin. You must teach your children that the ground beneath their feet, അവരുടെ കാലിനടിയിലുള്ള കാൽച്ചുവട്ടിലുള്ള ഭൂമി പരിശുദ്ധമാണെന്നുള്ള കാര്യം നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ പഠിപ്പിക്കുക, അല്ലേ? ടീച്ച് യുവർ ചിൽഡ്രൻ ദാറ്റ് ദ ഗ്രൗണ്ട് beneath their feet. എന്താ അങ്ങനെയുള്ള കാര്യം? their feet is the ashes of our grandfathers. അവിടെയാണ് ഞങ്ങളുടെ പിതാമഹന്മാരുടെ, അല്ലേ, എന്തുള്ളത്? ആഷസ്, ചാരങ്ങളുള്ള എന്ന് പറഞ്ഞാൽ അവിടെയാണ് അവരൊക്കെ മറവ് ചെയ്തത്. അതിൻ്റെ ചാരങ്ങൾ ആ ഭൂമിയിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ആ ഭൂമി ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്. ഞങ്ങൾക്കത് ആ ഭൂമി എന്താണ്? പരിശുദ്ധമാക്കപ്പെട്ടതാണ്. സോ ദാറ്റ് ദേ വിൽ റെസ്പെക്ട് ദ ലാൻഡ്. ടെൽ യുവർ ചിൽഡ്രൻ ദാറ്റ് ദ എർത്ത് ഈസ് റിച്ച് വിത്ത് ദ ലൈവ്സ് ഓഫ് അവർ കിൻ. ഞങ്ങളുടെ കിൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ കുടുംബമാണ്. കെത്താൻ കിൻ എന്ന പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്. കെത്താൻ കിൻ, കൂട്ടുകുടുംബം എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. സോ ദാറ്റ് ദേ വിൽ റെസ്പെക്ട് ദ ലാൻഡ്. അങ്ങനെ വരുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇത് ബഹുമാനിക്കാനുള്ള, ആദരിക്കാനുള്ള ഇടമാണ് ഭൂമി എന്നുള്ളത്. ടെൽ യുവർ ചിൽഡ്രൻ, നിങ്ങൾ കുട്ടികൾ നിങ്ങൾ പറയാ, എർത്ത് ഇസ് റിച്ച്, ഭൂമി സമ്പന്നമാണ്. വിത്ത് ദ ലൈവ്സ് ഓഫ് അവർ കിൻ, ഞങ്ങളുടെ ബന്ധുക്കളുടെ ജീവൻ കൊണ്ട്, അവരുടെ ജീവിതം കൊണ്ട് സമ്പന്നമാണ് ഈ ഭൂമി എന്നുള്ള കാര്യം അവരോട് പറഞ്ഞു കൊടുക്കാം. ടീച്ച് യുവർ ചിൽഡ്രൻ ദാറ്റ് വി ഹാവ് ടോട്ട് അവർ ചിൽഡ്രൻ ദാറ്റ് ദ എർത്ത് ഈസ് അവർ മദർ. ടീച്ച് യുവർ ചിൽഡ്രൻ, നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുക. ദാറ്റ് വി ഹാവ് ടോട്ട് അവർ ചിൽഡ്രൻ, ഞങ്ങൾ എന്താണോ ഞങ്ങളെ മക്കളെ പഠിപ്പിച്ചത് അത് നിങ്ങളെ മക്കളെയും പഠിപ്പിക്കുക. എന്താ ഞങ്ങളെ മക്കളെ പഠിപ്പിച്ചത്? ദാറ്റ് ദ എർത്ത് ഈസ് അവർ മദർ, ഭൂമി ഞങ്ങളുടെ അമ്മയാണെന്ന് ഞങ്ങളെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ മക്കളെയും പഠിപ്പിക്കുക. ഭൂമി നിങ്ങളുടെയും അവരുടെയും ഒക്കെ അമ്മയാണെന്നുള്ള കാര്യം. വാട്ട് എവർ ബിഫോൾസ് ദ സൺസ് ഓഫ് ദ എർത്ത്. ഈ ഭൂമിക്ക്, ഈ അമ്മയ്ക്ക് എന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ അതിൻ്റെ മക്കൾക്കും പിന്നീട് സംഭവിക്കാനുള്ളതാണെന്നുള്ള കാര്യം അവരെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിപ്പിക്കുക. ഇഫ് മെൻ സ്പിറ്റ് അപ്പോൺ ദ ഗ്രൗണ്ട് ദ സ്പിറ്റ് അപ്പോൺ ദംസെൽസ്. ഉണ്ടോ? അങ്ങനെ ഒരു പറയാറില്ലേ, അല്ലേ? മലർന്ന് കടന്നു നോക്കി ആരെ മേലേക്കിന് വരും, നമ്മളെ മേലേക്കിന് വരും എന്നുള്ള പ്രയോഗം എന്ന് പറഞ്ഞ പോലെ, ഇഫ് മെൻ സ്പിറ്റ് അപ്പോൺ ദ ഗ്രൗണ്ട്, ഈ ഭൂമിയിൽ നിങ്ങൾ തുപ്പുന്നുവെങ്കിൽ, ദേ സ്പിറ്റ് അപ്പോൺ ദംസെൽസ്, അതിൻ്റെ അർത്ഥം നിങ്ങളെ തന്നെയാണ് തുപ്പുന്നതെന്ന്. അതായത് അതിൻ്റെ മീനിങ് എന്താ? ഈ ഭൂമിയെ നിങ്ങൾ മലീമസമാക്കുന്ന നിങ്ങൾ ആരെയാണ്? നിങ്ങളെ തന്നെയാണ്, അല്ലേ? ഭൂമിയിൽ നമ്മൾ കൊണ്ടുപോയിടുന്ന, നമ്മൾ ഒഴിവാക്കുന്ന ഓരോ മാലിന്യവും തിരിച്ച് നമ്മളിലേക്ക് എത്തുന്നുണ്ട്, നമ്മളറിയാതെ നമ്മിലേക്ക് എത്തുന്നുണ്ട്. അതിൽ ഏറ്റവും മാരകമായിട്ട് പറയുന്ന ഒരു കാര്യം, നമ്മുടെ ബാറ്ററികളൊക്കെ ഉപേക്ഷിക്കുന്നുണ്ട്. പലപ്പോഴും വീട്ടിൽ വളരെ നിസ്സാരമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ബാറ്ററികളൊക്കെ നമ്മൾ വളരെ ലാഘവത്തോടു കൂടി കാര്യഗൗരവം അറിയിക്കാതെ രൂപത്തിൽ, മനസ്സിലാക്കാത്ത രൂപത്തിൽ നമ്മളത് ഭൂമിയിലേക്ക് വലിച്ചെടുക്കുന്നത്. അതിലുള്ള കാർബണൊക്കെ വലിയ മാരകമായ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെ ഇപ്പോൾ ഉണ്ടാകാം? അത് മഴ പെയ്ത് ഇത് ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആ ഭൂമിയിലെ ജലമാണ് പിന്നീട് നദികളിലൂടെ, നദികളിലൂടെ കടലിലെത്തി വീണ്ടും ബാഷ്പമായി മഴ പെയ്ത് നമ്മളെ കിണറിലേക്ക് ഇറങ്ങുന്നത്. വലിയ നമ്മൾ നിസ്സാരമായി കാണുന്ന, അപ്പോൾ നമ്മൾ പുറത്തേക്ക് വലിച്ചുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ്, അല്ലേ? കടലിന് ഇഷ്ടം പോലെ കിട്ടുന്ന ക്യാരി ബാഗ്സ്, അതൊക്കെ വലിയ ഭീഷണി മനുഷ്യനുണ്ടാക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ വലിയ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. നിങ്ങളും തന്നെ വളരെ വിശാലമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന സന്തുലിതാവസ്ഥ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ, ഇക്വിലിബ്രിയത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് പഠിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഒരു കണക്ക് പ്രകാരം ഇനി ഒരു 10 വർഷം കഴിയുമ്പോഴേക്കൊക്കെ ഒരു പക്ഷേ ഭൂമിയിൽ ഉള്ള പാഴ്വസ്തുക്കളെ കൊണ്ട് കടൽ നിറയുമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്രത്തോളം മാലിന്യങ്ങൾ ഇതൊക്കെ മൃഗങ്ങളുണ്ടാക്കുന്നതല്ല, മനുഷ്യനുണ്ടാക്കുന്നത് തന്നെയാണെന്നുള്ള ഓർമ്മ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെയൊക്കെ സംരക്ഷിക്കണമെന്നുള്ളൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാകുന്ന കാലത്ത് എന്തുണ്ടാകുള്ളൂ? ഭൂമിക്കൊരു രക്ഷ ഉണ്ടാകുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലിപ്പോൾ
നമുക്ക് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് അവിടെ സ്കിപ്പ് ചെയ്യുന്നു. ഞാൻ നിങ്ങളത് ചെയ്യാം. അതിനെക്കുറിച്ച് പഠനങ്ങളൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. എനിവേ, സോ ദാറ്റ് ദേ വിൽ റെസ്പെക്ട് ദ ലാൻഡ്. അപ്പോൾ ഇത് പറയണം ആൾ ദ തിങ്സ് ആർ കണക്റ്റഡ്. വി നോ ദാറ്റ് ദേ ജസ്റ്റ് ഓൺ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇഫ് മെൻ സ്പിറ്റ് അപ്പോൺ ദ ഗ്രൗണ്ട്, അല്ലേ? അപ്പം നമ്മളെ ഭൂമിയിലേക്ക് തുപ്പിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ മുകളിലേക്ക് തന്നെ തുപ്പുന്നു എന്നുള്ള. ദിസ് വി നോ ദ എർത്ത് ഡസ് നോട്ട് ബിലോങ് ടു മാൻ. നമുക്കറിയാവുന്നൊരു കാര്യം എന്താണെന്നറിയോ? ദ എർത്ത് ഡസ് നോട്ട് ബിലോങ് ടു മാൻ. മനുഷ്യൻ ഭൂമിയുടേതല്ല. മാൻ ബിലോങ്സ് ടു എർത്ത്. സോറി, ദ എർത്ത് ഡസ് നോട്ട് ബിലോങ് ടു മാൻ. ദ എർത്ത് ഡസ് നോട്ട് ബിലോങ് ടു മാൻ. ഇങ്ങനെ തന്നെ പഠിച്ചു നോക്കണം. ദ എർത്ത് ഡസ് നോട്ട് ബിലോങ് ടു മാൻ. ഭൂമി മനുഷ്യൻ്റേതല്ല. ആൻഡ് മാൻ ബിലോങ്സ് ടു എർത്ത്. മനുഷ്യൻ ഭൂമിയുടേതാണ്. എന്നതിൻ്റെ അർത്ഥം ഒരു വലിയ അർത്ഥമുള്ള ഒരു സെൻറ്റൻസാണത്. ദ എർത്ത് ഡസ് നോട്ട് ബിലോങ് ടു മാൻ, അല്ലേ? ഭൂമി മനുഷ്യൻ്റേതല്ല. മാൻ ബിലോങ്സ് ടു എർത്ത്. മനുഷ്യൻ ഭൂമിയുടേതാണ്. എന്നതിൻ്റെ അർത്ഥം ഒരുപാട് അർത്ഥം ഇതിനുണ്ട്. ഇന്നെന്താണ്? ഈ ഭൂമി നമ്മുടേതല്ല, അല്ലേ? ഇതിൽ നമുക്ക് നമ്മളാരാണ്? നമ്മൾ വെറും കൈകാര്യകർത്താക്കൾ മാത്രമാണ്. എന്ന് വെച്ചാൽ ഈ ഭൂമി എങ്ങനെ നമുക്ക് കിട്ടിയത്? നമ്മുടെ പിതാമഹന്മാരിൽ നിന്ന് അവർ താഴെയുള്ള ആൾ കൈമാറി, അവർ താഴെയുള്ള ആൾ കൈമാറി, അങ്ങനെ നമ്മുടെ പിതാവിലെത്തി, നമ്മുടെ പിതാവിൽ നമുക്ക് കിട്ടുന്നു. ഇനി നമ്മളിവിടെ കുറച്ച് കാലം ജീവിക്കും, പിന്നീട് നമ്മൾ ഈ ഭൂമി കൈമാറേണ്ട ആളുകളാണ്, അല്ലേ? വരും തലമുറക്ക് കൈമാറേണ്ട ആളുകളാണ്. ആ അർത്ഥത്തിൽ ദ എർത്ത് ഡസ് നോട്ട് ബിലോങ് ടു മാൻ. ഇതിന് ഒരുപാട് അർത്ഥം ഉണ്ട്. ഒരു അർത്ഥം ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ദ എർത്ത് ഡസ് നോട്ട് ബിലോങ് ടു മാൻ. ഈ ഭൂമി ആരുതല്ല? മനുഷ്യൻ്റെതല്ല. ആൻഡ് മാൻ ബിലോങ്സ് ടു അസ്. മനുഷ്യൻ ഭൂമിയുടേതാണ്, അല്ലേ? നമ്മളിവിടെ ജീവിക്കുന്ന കാലത്തോളം ഇത് നല്ല രീതിയിൽ കൊണ്ടു നടക്കാനുള്ള ഉത്തരവാദിത്വം മാത്രമേ നമുക്കുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത തലമുറക്ക് കൈമാറേണ്ടതാണ്. ദിസ് വി നോ ഓൾ തിങ്സ് ആർ കണക്റ്റഡ് ലൈക്ക് ദ ബ്ലഡ് വിച്ച് യുണൈറ്റ്സ് വൺ ഫാമിലി. ഇതൊക്കെ പരസ്പര ബന്ധിതമാണ്. ഒരു ഫാമിലിയിൽ ബ്ലഡ് എങ്ങനെയാണോ ബന്ധപ്പെട്ട് കിടക്കുന്നത് പോലെ ഓൾ തിങ്സ് ആർ കണക്റ്റഡ്. ഈവൻ ദ വൈറ്റ് മാൻ ഹൂസ് ഗോഡ് വാക്സ് ആൻഡ് ടോക്സ് വിത്ത് ഹിം ആസ് ഫ്രണ്ട് ടു ഫ്രണ്ട് cannot be exempt from the common destiny. We may be brothers of soul. We shall see. One thing we know which the white man may one day discover. Our God is the same God. Even the white man whose God walks and talks with him. അപ്പോൾ വൈറ്റ് മാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരെന്താ വിചാരിക്കുന്ന അറിയോ? ദൈവം അവരുടേതാണ്. കാരണം അവർക്ക് എല്ലാ സൗകര്യം ദൈവം ചെയ്തു കൊടുക്കുന്നുണ്ട്. അവിടെ ഇച്ഛിക്കുന്ന രാജ്യങ്ങളിലേക്ക് പോകാനും വെട്ടിപ്പിടിക്കാനും അവയുള്ള വിഭവങ്ങൾ ചൂഷണം ചെയ്യാനും അവരെന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അവർക്ക് ദൈവം അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്ന ദൈവം അവരുടെ കൂടെയാണെന്നുള്ള. പക്ഷേ ഇയാൾ ഓർമ്മിപ്പിക്കണം അവരെ. ചീഫ് സെറ്റിൽ അവരെ ഓർമ്മിപ്പിക്കണം. എന്താ പറയുന്നത് അറിയോ? ഹുസ് ഗോഡ് വാക്സ് ആൻഡ് ടോക്സ് വിത്ത് ഹിം. അവൻ്റെ കൂടെ ദൈവം നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ആസ് ഫ്രണ്ട് ടു ഫ്രണ്ട്, ഒരു സഹോദരൻ, ഒരു സ്നേഹിതനെ പോലെ. കനോട്ട് ബി എക്സംപ്റ്റ്. പക്ഷേ ഇനി ഭൂമിക്ക് ഒരു നാശം വരാനുണ്ട്. ആ നാശത്തിൽ നിന്ന് നമ്മളാരും മുക്തരാകുകയില്ല. കനോട്ട് ബി എക്സംപ്റ്റ് ഫ്രം ദ കോമൺ ഡെസ്റ്റിനി, അല്ലേ? ആ നാശത്തിൽ നിന്ന്, വരാൻ പോകുന്ന ആ കോമൺ ഡെസ്റ്റിനിയിൽ നിന്ന്, ആ വിധിയിൽ നിന്ന് നമ്മളാരും ചെയ്യുന്നില്ല. നമ്മൾ ഒരിക്കലും നമുക്ക് മാറി നിൽക്കാൻ സാധ്യത. മനുഷ്യരെല്ലാവരും അപ്പോൾ ഒന്നായിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് മുമ്പ് പ്രളയം വന്നപ്പോൾ പാവപ്പെട്ടവനും പണക്കാരനൊക്കെ ഒരേ ട്രെൻഡിലാണ് കഴിഞ്ഞത്. അപ്പോൾ കോമൺ ഡെസ്റ്റിനി വരുമ്പോൾ നമുക്ക് ആർക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല. ബി മേ ബി ബ്രദേഴ്സ് ആഫ്റ്റർ ഓൾ. അന്ന് നമ്മൾ ഏകോദര സഹോദരന്മാർ പോലെ കഴിയേണ്ടി വരും. വി ഷോൾ സീ. നമുക്ക് കാണാം അതൊക്കെ. വൺ തിങ് വി നോ വിച്ച് ദ വൈറ്റ് മാൻ മേ വൺ ഡേ ഡിസ്കവർ. നമുക്കൊരു കാര്യം പറയാൻ പറ്റുന്ന, ഒരു ദിവസം അവർ മനസ്സിലാക്കും, അവർ കണ്ടെത്തും. ആരാ? ഈ വൈറ്റ് മാൻ കണ്ടെത്തും. എന്താ കണ്ടെത്തുക? അവർ ഗോഡ് ഈസ് സെയിം ഗോഡ്. കാരണം എങ്ങനെ ദുരന്തം വരുമ്പോൾ, അങ്ങനെ ഒരു ഡെസ്റ്റിനി വരുമ്പോൾ, അവർക്ക് ഒരു വിധി വരുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളൊക്കെ ഒരേ ദൈവത്തിൻ്റെ മക്കളാണെന്ന്, അല്ലേ? ഗോഡ് ഈസ് ദ സെയിം ഗോഡ്. അവരുടെ ദൈവം തന്നെയായിരുന്നു നമ്മുടെ ദൈവം എന്നവർക്ക് അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. യു മേ തിങ്ക് നൗ ദാറ്റ് യു ഓൺ ഹിം ആസ് യു വിഷ് ടു ഓൺ അവർ ലാൻഡ് ബട്ട് യു കനോട്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും, വൈറ്റ് മാനോട് ഇയാൾ പറയാണ്, ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, നിങ്ങൾ അവനെ ദാറ്റ് യു ഓൺ ഹിം, നിങ്ങൾ അവനെ സ്വന്തമാക്കിയാണ്. ഹിം എച്ച് ക്യാപിറ്റൽ ലെറ്റർ. ഹിം ആരാണ്? ദൈവമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എച്ച് ഹിം ആസ് യു വിഷ് ടു ഓൺ അവർ ലാൻഡ്. ഞങ്ങളെ ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് അവനെയും സ്വന്തമാക്കാൻ സാധ്യമാകുമെന്ന് ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം. ബട്ട് യു കനോട്ട്. പക്ഷെ നിങ്ങൾക്ക് സാധ്യമല്ല. ഹീ ഈസ് ദ ഗോഡ് ഓഫ് മാൻ. കാരണം എന്താണ്? അവൻ നിങ്ങളുടെ മാത്രം ദൈവമല്ല, അതിൻ്റെ കാര്യം. അവൻ ആരുടെ ദൈവമാണ്? ഗോഡ് ഓഫ് മാൻ, മനുഷ്യൻ്റെ ദൈവമാണ്. ആൻഡ് ഹിസ് കമ്പാഷൻ ഈസ് ഈക്വൽ ഫോർ ദ റെഡ് മാൻ ആൻഡ് വൈറ്റ്. അവൻ്റെ താല്പര്യം, അവൻ്റെ കമ്പാഷൻ, അല്ല അവൻ്റെ അനുകമ്പ തുല്യമാണ് ഫോർ ദ റെഡ് മാൻ ആൻഡ് വൈറ്റ്. റെഡ് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും അവനെല്ലാവരോടും അവൻ്റെ കമ്പാഷൻ തുല്യമാണ്. ദ എർത്ത് ഈസ് പ്രഷ്യസ് ടു ഹിം. ഈ ഭൂമി അവൻ്റേതാണ്. ഇതവന് വിലപ്പെട്ട ഭൂമിയാണ്. ആൻഡ് ടു ഹാം ദ എർത്ത് ഈസ് ടു ഹീപ് കണ്ടംപ്റ്റ് ഓൺ ഹിസ് ക്രിയേറ്റർ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ടു ഹാം, ഈ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി, ഭൂമിയെ മലിനപ്പെടുത്താൻ വേണ്ടി, മലിമസമാക്കാൻ വേണ്ടി, ഭൂമിയെ മലിനപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ? ടു ഹാം, അപായപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ? ഹീ ഈസ് ദ കണ്ടന്റ് ഓഫ് ഹിസ് ക്രിയേറ്റർ.
ഭൂമിയുടെ സ്രഷ്ടാവിൻ്റെ കണ്ടംപ്റ്റ് വിളിച്ചു വരുത്താൻ, അവൻ്റെ വെറുപ്പിനെ കുന്നുകൂട്ടുന്ന മാത്രമേ അത് സഹായിക്കുള്ളൂ. അതായത് വെള്ളക്കാരുടെ പറയണം, നിങ്ങൾ ഭൂമിയെ ചെയ്യുന്ന പാപങ്ങളൊക്കെ, നിങ്ങൾ ഭൂമിയെ ചെയ്യുന്ന അതിനെ മലിനമാക്കാൻ വേണ്ടി, അതിനെ മലിനമാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ സൃഷ്ടാവിന് കോപം ഉണ്ടാക്കുന്ന കാര്യമാണ്. സൃഷ്ടാവാണ് ദൈവമാണ് അല്ലേ? അപ്പോൾ ദൈവത്തിന് കോപം ഉണ്ടാക്കുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. അവൻ്റെ കോപം ഇങ്ങനെ ഒരുമിച്ച് കുന്നുകൂടി വന്നു കഴിഞ്ഞാൽ ഒരു സമയത്ത് ആ കോപത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ അവന് നശിപ്പിക്കാൻ തീരുമാനിക്കും. അങ്ങനെയുള്ള തീരുമാനത്തിൽ ഒരു പക്ഷേ നശിക്കുന്ന ആര് മാത്രമാകില്ല, ഞങ്ങൾ മാത്രമാകില്ല, നിങ്ങളും അതിൽ നശിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ്, ഒരു വാർണിംഗ് നൽകുകയാണ് ആര്? ഇയാൾ വെള്ളക്കാരോട്. ദ വൈറ്റ്സ് ടു ഷാൾ പാസ്, നിങ്ങളും മരിക്കുമെന്ന് പറയുകയാണ് അല്ലേ? എവരിബഡി വിൽ പാസ്, എല്ലാവരും കടന്നു പോകും, മരിക്കും എന്നാണ് പറയുന്നത്. ദ വൈറ്റ്സ് ടു ഷാൾ പാസ് പെർഹാപ്സ് സൂണർ ദാൻ ഓൾ ഓഫ് ദ ട്രൈബ്സ്, ഒരു പക്ഷേ ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ്. കാരണം അങ്ങനെ പറയാനുള്ള കാര്യം എന്താണ്? ഞങ്ങൾക്ക് നല്ല ശുദ്ധമായി കിട്ടുന്നുണ്ട്, ഞങ്ങൾ ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്, ശുദ്ധമായ വസ്തുക്കളാണ് ഞങ്ങൾ ഭക്ഷിക്കുന്നത് അല്ലേ? അത് ഒന്നുമില്ലാത്ത. പക്ഷെ നിങ്ങളോ ഒരു പക്ഷേ ഞങ്ങളെക്കാൾ മുമ്പ് നിങ്ങൾ കടന്നു പോകും, ഞങ്ങളെക്കാൾ മുമ്പ് നിങ്ങൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ദ പെർഹാപ്സ് സൂണർ ദാൻ ഓൾ ദ അതർ ട്രൈബ്സ് കണ്ടാമിനേറ്റ് യുവർ ബെഡ് ആൻഡ് യു വിൽ വൺ നൈറ്റ് സഫോക്കേറ്റ് ഇൻ യുവർ ഓൺ ഫേസ്റ്റ്. അദ്ദേഹം ഒരു ആജ്ഞ പറയാം, എന്താ പറയുന്നത് അറിയാം? കണ്ടാമിനേറ്റ് യുവർ ബെഡ്, നിങ്ങൾ നിങ്ങളുടെ ബെഡിനെ കണ്ടാമിനേറ്റ് ചെയ്യുക. എന്താ കണ്ടാമിനേറ്റ് ചെയ്യുക പറഞ്ഞാൽ? നിങ്ങൾ നിങ്ങളുടെ ബെഡിനെ മലീമസമാക്കുക, അതിനെ മലിനപ്പെടുത്തുക. അങ്ങനെ മാലിന്യം നിങ്ങൾ ബെഡിലാക്കുക. എങ്ങനെ? ആൻഡ് യു വിൽ വൺ നൈറ്റ് സഫോക്കേറ്റ് ഇൻ യുവർ ഓൺ വേസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ബെഡിൽ നിങ്ങൾ മാലിന്യം ഒഴിവാക്കുകയാണെങ്കിൽ, നിങ്ങളെ തന്നെ വേസ്റ്റ്, നിങ്ങളുടെ മലമൂത്ര വിസർജനം നിങ്ങളുടെ ബെഡിൽ നടത്തണമെങ്കിൽ ആ ബെഡിൽ കടന്നുറങ്ങാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകുമോ? നിങ്ങളുടെ തന്നെയാണ്, മറ്റാരുടേതല്ല, നിങ്ങളുടെ തന്നെ മാലിന്യത്തിൽ കടന്നുറങ്ങാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ല, നിങ്ങൾക്ക് സഫോക്കേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങും. ഒരിക്കലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ആശ്വാസത്തോടുകൂടി കിടക്കാൻ പറ്റില്ല ആ ഒരു സ്ഥലത്ത് എന്ന് ഞാൻ പറയാം. അതേപോലെ തന്നെയാണ് ഭൂമിയെ കണ്ടാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഭൂമിയെ നിങ്ങൾ മലിനപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മാലിന്യത്തിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിതം സാധ്യമല്ലെന്ന്, ആ വേസ്റ്റിൽ നിങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതം സാധ്യമല്ലെന്ന് ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ ഈ സ്പീക്കർ, ആരെ? വെള്ളക്കാരൻ. ബട്ട് ഇൻ യുവർ പെർജിങ് you will shine brightly, fired by the strength of the God who brought you to this land and for some special purpose gave you dominion over this land and over the red man. പിന്നെ പറയാണ്, ബട്ട് ഇൻ യുവർ പെരിഷിംഗ്, ആ നാശത്തിൽ, യു വിൽ ഷൈൻ ബ്രൈറ്റ്ലി ഫയർഡ് ബൈ ദ സ്ട്രെങ്ത് ഓഫ് ഗോഡ്. നിങ്ങൾ ഒന്ന് തിളങ്ങാൻ സാധ്യതയുണ്ട്. ഫയർഡ് ബൈ ദ സ്ട്രെങ്ത്, ഈ ദൈവത്തിൻ്റെ ആ ശക്തിയുള്ള ആ തീജ്വാലയിൽ നിങ്ങൾ തിളങ്ങും അല്ലേ? ആ തിളക്കം പക്ഷേ നിങ്ങളുടെ നാശത്തിൻ്റെ തിളക്കമായിരിക്കും. ഹൂ ബ്രോട്ട് ദ ഗോഡ്, ആ ദൈവമാണ്. ഹൂ ബ്രോട്ട് യു ടു ദിസ് ലാൻഡ്. നിങ്ങൾ ഒരു കാര്യം മറന്നു പോകുന്നുണ്ട്, ദൈവമാണ് നിങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോവാണ്. ആൻഡ് ഫോർ സം സ്പെഷ്യൽ പേർപ്പസ്, ആ ഭൂമിയിലേക്ക് അവൻ നിങ്ങളെ കൊണ്ടുവരുന്ന ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. യു ഡൊമീനിയൻ, ആൻഡ് ഫോർ സം സ്പെഷ്യൽ പർപ്പസ് ഗേവ് യു ഡൊമീനിയൻ. പക്ഷേ ദൈവം നിങ്ങൾക്കൊരു ആധിപത്യം നൽകിയിട്ടുണ്ട്. ഓവർ ദിസ് ലാൻഡ് ആൻഡ് ഓവർ ദ റെഡ് മാൻ, ഞങ്ങളുടെ മേലും ഈ ഭൂമിക്ക് മേലും ദൈവം നിങ്ങൾക്ക് ചില ആധിപത്യങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ വിസ്മരിക്കുന്നില്ല. പക്ഷേ അപ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, ഈ ഭൂമിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് ആരാണെന്നുള്ളത് ദൈവമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. That destiny is a mystery to us, for we do not understand when the buffaloes are all slaughtered, the wild horses are tamed, the secret corners of the forest heavy with the scent of many men, and the view of the tribe hills blotted by talking wires. Where is the thicket gone? Where is the eagle gone? The end of living and the beginning of survival. That destiny is a mystery to us. അങ്ങനെ ഒരു ഡെസ്റ്റിനി വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വിധി വരുന്നുണ്ടെങ്കിൽ, അത് ഞങ്ങൾക്ക് വലിയ നിഗൂഢമായ ഒരു അറിവാണ്. മിസ്റ്ററി, എന്താ മിസ്റ്ററി? നിഗൂഢമാണ്, അറിയില്ലാത്ത കാര്യമാണ് അല്ലേ? അജ്ഞാതമായിട്ടുള്ള കാര്യമാണ്. because we did not understand when the buffaloes are all slaughtered. ഈ ലോകത്ത് എന്ത് സംഭവിക്കും, ഭൂമിക്ക് എന്ത് സംഭവിക്കും ഞങ്ങൾക്കറിയില്ല. എങ്ങനെയാണെങ്കിൽ ഓൾ ദ ബഫലോസ് ആർ സ്ലോട്ടഡ്. അദ്ദേഹം ഒരു ഉദാഹരണം പറയാട്ടോ. അതായത് ഭൂമിയിൽ ജീവജാലങ്ങളൊക്കെ നശിച്ചു പോയാൽ എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം ഒരു ജീവിയെ എടുത്ത് പറയണം. എന്താണ് പറയുന്നത്? ഓൾ ദ ബഫലോസ് ആർ സ്ലോട്ടഡ്. സ്ലോട്ടഡ് എന്ന വാക്കിൻ്റെ അർത്ഥം കശാപ്പ് ചെയ്യണം അല്ലേ? അറക്കണം. എല്ലാ മൃഗങ്ങളെയും, ഇവിടെ ബഫലോയെ മാത്രം പറയുന്നുള്ളൂ എങ്കിലും ഇത് ബഫലോയെ കുറിച്ച് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോയാലെന്ന് പറയണം. ഓൾ ദ ബഫലോസ് ആർ സ്ലോട്ടേഡ്. എല്ലാ ബഫലോസിനെയും, എല്ലാ മൃഗങ്ങളെയും എന്ത് ചെയ്യാണ്? ബഫലോസിനെയും കശാപ്പ് ചെയ്യപ്പെട്ടാൽ. ദ വൈൽഡ് ഹോഴ്സസ് ആർ ടേംഡ്. കുതിരകളെ മെരുക്കപ്പെട്ടാൽ. ഏതാ കുതിര? വൈൽഡ് ഹോഴ്സ്. അതായത് അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യൻ കാട് കയ്യേറിക്കിട്ട് അവിടെയുള്ള മൃഗങ്ങളൊക്കെ മെരുക്കാൻ തുടങ്ങിയാൽ അല്ലേ? ദ സീക്രട്ട് ഓഫ് കോർണേഴ്സ് ഓഫ് ദ ഫോറസ്റ്റ്. അങ്ങനെ കാടിൻ്റെ രഹസ്യമായ പല മൂലകളുണ്ട്, പല കോർണേഴ്സ്.
അവിടെയൊക്കെ എന്താണെന്നറിയോ? അവിടെയൊക്കെ എന്തുവെന്ന് പറഞ്ഞാൽ ദ ഹെവി വിത്ത് ദ സെൻറ്റ് ഓഫ് മെനി മെൻ. അവിടെയൊക്കെ മനുഷ്യൻ്റെ വാസന കൊണ്ട് ഈ കാടുകളൊക്കെ നിറഞ്ഞ. അതിനർത്ഥം എന്താ? മനുഷ്യൻ കാട് കയ്യേറിക്കഴിഞ്ഞാൽ, കാട് വെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ, അവൻ്റെ വാസസ്ഥലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക എന്ന് ഞങ്ങൾക്കറിയില്ല. അതൊരു നിഗൂഢതയാണ്. വിത്ത് ദ സെൻറ്റ് ഓഫ് മെനി മെൻ. ഈ മനുഷ്യൻ്റെ വാസന കൊണ്ട് കാടുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ, ഏത് കാടെന്നറിയാം? ദ കോർണേഴ്സ് ഓഫ് ദ ഫോറസ്റ്റ്, സീക്രട്ട് കോർണേഴ്സ്. ഇതുവരെ മനുഷ്യൻ കണ്ടെത്താത്ത, മനുഷ്യന് എത്തിപ്പെടാൻ പറ്റാത്ത കാടിൻ്റെ മൂലകൾ പോലും അവൻ അധീനപ്പെടുത്തി കഴിഞ്ഞാൽ, ആൻഡ് ദ വ്യൂ ഓഫ് ദ റൈപ്പ് ഹിൽസ് ബ്ലോട്ടഡ് ബൈ ടോക്കിംഗ് വയേഴ്സ്. ആൻഡ് ദ വ്യൂ ഓഫ് ദ റൈപ്പ് ഹിൽസ്, അതിൻ്റെ ആ കുന്നുകളെ, റൈപ്പ് ഹിൽസ് അല്ലേ, അതിൻ്റെ കുന്നുകളുടെ കാഴ്ചകൾ ബ്ലോട്ടഡ് ബൈ ടോക്കിംഗ് വയേഴ്സ്. എന്താ ടോക്കിംഗ് വയേഴ്സ്? നേരത്തെ പറഞ്ഞില്ല എന്താ? സ്മോക്കിംഗ് അയൺ ഹോഴ്സ് എന്ന് പറഞ്ഞില്ല, അതിനെക്കുറിച്ച് തീവണ്ടിയെക്കുറിച്ച് പറഞ്ഞ പോലെ ഇവിടെ പറയാം ടോക്കിംഗ് വയേഴ്സ്. എന്താ ടോക്കിംഗ് വയേഴ്സ്? ടെലിഫോൺ പോസ്റ്റുകളാണ്. അതായത് അന്നത്തെ കാലത്ത് ഈ പോസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് പിന്നെ കമ്മ്യൂണിക്കേഷനൊക്കെ കുറച്ച് മുമ്പ് വരെയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ നാടുകളിൽ. മൊബൈൽ ഫോൺ വരുന്നതിന് മുമ്പ് അതായിരുന്നു. പിന്നീട് ഇപ്പോൾ അതിന് പകരം എന്തായി? ടവറുകളായി അല്ലേ. അന്ന് പക്ഷേ ചീഫ് സെറ്റിൽ നടത്തിയ കാലത്ത് ടവറുകളില്ല, മൊബൈൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു ആരെക്കുറിച്ച്? മൊബൈൽ ടവറുകളെക്കുറിച്ച് പറയുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ആൻഡ് ദ വ്യൂ ഓഫ് റൈപ്പ് ഹിൽസ് ബ്ലോട്ട് തിങ്ങി നിറയാണ്. എന്തുകൊണ്ടാണ് ബ്ലോട്ട് ചെയ്യുന്നത്? എന്താണ് ബ്ലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സ്റ്റെയിൻഡ് അല്ലേ, കരയക്കപ്പെടാണ്, നിറയാണ്. അപ്പോൾ അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ? ടോക്കിംഗ് വയേഴ്സ്, ഇപ്പോൾ ടെലിഫോൺ വയറുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം പറയാൻ കഴിയില്ല. പിന്നെ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ദ തിക്കറ്റ്? വാട്ട് ഈസ് ദ തിക്കറ്റ്? എന്താ തിക്കറ്റ് ഉദ്ദേശിക്കുന്നത്? ചെറിയ കുറ്റിച്ചെടികളാണ് അല്ലേ, കാട് നിറഞ്ഞു നിൽക്കുന്ന ഡെൻസ്, വളരെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ചെറിയ ചെടികളാണ്. വേഴ്സ് ദ തിക്കറ്റ്? ഗോൺ. വേഴ്സ് ദ ഈഗിൾ? ഗോൺ അല്ലേ. അപ്പോൾ മനുഷ്യൻ സ്വയം ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ കാടൊക്കെ കയ്യേറി നാട് മതിയാകാഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യാണ്? അവന് വാസസ്ഥലം പോരാഞ്ഞിട്ട് അവൻ കാട് കയ്യേറാണ്. കാട് കയ്യേറി കഴിഞ്ഞ അവസാനം കാടിലുള്ള വസ്തുക്കളൊക്കെ അവൻ അധീനപ്പെടുത്തി സ്വന്തമാക്കി അവനെ ദുരുപയോഗം ചെയ്ത് ചൂഷണം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളവൻ എല്ലാം കാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായ ശേഷം അവൻ സ്വയം ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്, വേഴ്സ് ദ തിക്കറ്റ്? എവിടെയാണ് കാടുകളൊക്കെ? ഒറ്റ ആൻസർ അതിനുള്ളൂ, എന്താണത്? ഗോൺ. അവയ്ക്ക് പോയി മറഞ്ഞു എന്നുള്ളൂ അല്ലേ. പിന്നെ അവൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, വേഴ്സ് ദ ഈഗിൾ? എവിടെയാണ് ആ പരുന്തുകളൊക്കെ? പരുന്ത് ഉദ്ദേശിക്കുന്ന ഇവിടെ പരുന്ത് മാത്രമല്ല, ആ പിന്നെ ജന്തുക്കളെ, ജാലങ്ങളെ ഒക്കെ എങ്ങോട്ട് പോയി എന്നുള്ളതാണ് അല്ലേ. ആ ജന്തുജാലങ്ങളൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. വേഴ്സ് ദ ഈഗിൾ? എങ്ങോട്ട് പോയി? ഗോൺ. അതൊക്കെ പോയി എന്ന് അവൻ തന്നെ മറുപടി പറയുന്ന സമയം വരാനുണ്ട്. ദ എൻഡ് ഓഫ് ദ ലിവിങ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ. ആ സമയത്ത് നമുക്ക് എങ്ങനെ പറയാം? ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ലിവിങ്. അത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണ്. ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ. അന്നവൻ അതിനെക്കുറിച്ച് ആലോചിക്കും, സർവൈവലിനെ കുറിച്ച് ആലോചിക്കും, അതിജീവനത്തെക്കുറിച്ച് ആലോചിക്കും അല്ലേ. അപ്പോൾ മനുഷ്യൻ എപ്പോഴാണ് അവൻ്റെ ജീവിതം വഴിമുട്ടുന്നത്, അപ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത്? അവൻ്റെ അതിജീവനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ വലിയൊരു നല്ല ടൈറ്റിലാണത്. എന്താ പറയുക? എൻഡ് ഓഫ് ലിവിങ്. മനുഷ്യൻ എപ്പോഴാണ് അവൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നതെന്ന് തിരിച്ചറിയുമ്പോഴാണ് അവൻ എന്തിനെക്കുറിച്ച് ആലോചിക്കുക? ദ ബിഗിനിങ് ഓഫ് സർവൈവൽ. അതിജീവനത്തിൻ്റെ ആരംഭമുണ്ടാകുന്ന അപ്പോഴാണ്. അപ്പോൾ പിന്നെ ചീഫ് സെറ്റിൽ പറയുകയാണ്, നിങ്ങൾ ഇതെല്ലാം പോയി കഴിഞ്ഞൊരു സമയത്ത് നിങ്ങൾ ആ ഭൂമിയിൽ അധിവസിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ ആ കാട്ടിൽ താമസിക്കുന്നുണ്ട് എങ്കിൽ, അന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും അപ്രത്യക്ഷമായി എന്നുള്ളത്. അന്ന് നിങ്ങൾ സ്വയം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇവയൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ളത്. അപ്പോൾ അതിനൊരു ആൻസർ ഉണ്ട്, ഒറ്റ വാക്കിലുള്ള ആൻസർ. എന്താണത്? അവയെല്ലാം പോയി എന്നുള്ളത് എന്താണ്? ശരിക്കും പോയതല്ല, അവയൊക്കെ ഇല്ലാതെയാക്കിയതാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, എന്താണത്? ദ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ. അങ്ങനെ വരുമ്പോഴാണ് അവൻ മനസ്സിലാക്കുക ജീവിതം അവസാനിച്ചിട്ടുണ്ട്, ഇനി നമുക്ക് സർവൈവ് ചെയ്യാൻ മറ്റൊരു കാര്യം ആലോചിക്കേണ്ടതുള്ളത്. അപ്പോഴാണ് അവൻ മനസ്സിലാക്കുക എന്ന് ചീഫ് സെറ്റിൽ നമ്മോട് പറയുകയാണ്. ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റോറി അവസാനിക്കുകയാണ്. എൻ്റെ ഗ്ലോസറിയിൽ ഇത്രയും കുറച്ചുള്ള കാര്യം വളരെ സിമ്പിളാണ്. നേരത്തെ പറഞ്ഞ സിമ്പിളായിട്ട് പറഞ്ഞ വേർഡ്സ് ഇതിലുള്ളൂ എന്നുള്ളതുകൊണ്ട് ആർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. എനിവേ നിങ്ങളതൊക്കെ ഒന്നുകൂടി ഇതിൻ്റെ ബാക്കി നേരത്തെ പറഞ്ഞ ഈ അപ്പുറത്തെ പേജിൽ ഇത് വരുന്നുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ മറ്റൊരു വേർഷൻ കൊടുത്തിട്ടുണ്ട്, ആണെങ്കിൽ അതും കൂടി ഒന്ന് വായിച്ചു വയ്ക്കുക, നന്നാവും. പക്ഷേ എക്സാമിന് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്താണ്. ഏതായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ദാറ്റ്സ് വൈൻഡ് അപ്പ്.